വർഷം 2010. ഒരു സ്കൂൾ അവധി ദിവസത്തിൽ അതിരാവിലെ പുറത്തു പെയ്യുന്ന മഴയുടെ തണുപ്പിലും ശബ്ദത്തിലും മൂടി പുതച്ച് കിടന്ന് അവസാനം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് TV ഓൺ ചെയ്ത് കിരൺ TVയിലോ മറ്റ് ചാനൽസിലോ ഉള്ള ആര്യ, കൃഷ്ണ, ബണ്ണി, ഹാപ്പി പോലെയുള്ള അല്ലു അർജുൻ്റെ സിനിമകൾ ആ മഴയുടെ തണുപ്പിലിരുന്ന് കണ്ടതാണ് എൻ്റെയും നിങ്ങളുടെയും നല്ലൊരു ചൈൽഡ്ഹുഡ് ഓർമ്മ. ഗൈസ്, ഇപ്പോൾ ഉള്ള ന്യൂ മൂവി ഓഡിയൻസിന് അല്ലു അർജുൻ എന്ന് പറഞ്ഞാൽ ഏത് പിക്ചറാണ് മനസ്സിൽ വരിക എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ ഒരു 90s ഓർ early 2K കിഡ്സിൻ്റെ മനസ്സിലുള്ള അല്ലു അർജുൻ്റെ ഇമേജ് ഇതാണ്, അതൊരിക്കലും ഇതല്ല. അല്ലു അർജുൻ്റെ ലീഡ് ആക്ടറായിട്ടുള്ള കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2003-ലാണ്. അദ്ദേഹം ഒരു നെപ്പോ കിഡാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് അല്ലു അർജുൻ്റെ ഫാദർ അല്ലു അരവിന്ദ് ഒരു മേജർ മൂവി പ്രൊഡ്യൂസർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ, ദാറ്റ് ഈസ് അല്ലു അർജുൻ്റെ ഗ്രാൻഡ് ഫാദർ, പണ്ടത്തെ കാലത്തെ ഒരു ലെജൻഡറി ആക്ടറായിരുന്നു. പിന്നെ മെഗാസ്റ്റാർ ചിരഞ്ജീവി അല്ലു അർജുൻ്റെ അങ്കിളാണ്. സോ അതുകൊണ്ട് തന്നെ രാം ചരണും അല്ലു അർജുനും കസിൻസാണ്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ഇവരുടെ ഫിലിം ഫാമിലി സൗത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഡൈനാസ്റ്റിയാണ്. ദാറ്റ് ഈസ് അല്ലു കോണിഡല ഫാമിലി. അപ്പോൾ നമുക്ക് അല്ലു അർജുൻ എങ്ങനെയാണ് മല്ലു അർജുൻ ആയതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കാരണം തന്നെ അദ്ദേഹത്തിന് തെലുങ്കു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഈസി ആക്സസ് ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ 2 സിനിമകളിൽ ജൂനിയർ ആർട്ടിസ്റ്റായും 19-ാം വയസ്സിൽ ചിരഞ്ജീവിയുടെ സിനിമയായ ഡാഡിയിൽ ഒരു ക്യാമിയോ റോളിലും വന്നിട്ടുണ്ട്. ദെൻ 2003-ൽ ഗംഗോത്രി അഥവാ സിംഹക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഹീറോ ആയി വരുന്നത്. ഒരു റൊമാൻറ്റിക് ഡ്രാമ മൂവി ആദ്യത്തെ അല്ലു അർജുൻ സിനിമ ആയിട്ട് കൂടി ഒരു ഹിറ്റായിരുന്നു. പിന്നീട് സിംഹക്കുട്ടി എന്ന പേരിൽ മലയാളത്തിലേക്ക് ഡബ് ചെയ്ത് കേരളത്തിൽ റിലീസായെങ്കിലും ലിമിറ്റഡ് റീച്ച് സിനിമയ്ക്ക് അന്ന് കേരളത്തിൽ കിട്ടിയുള്ളൂ. പക്ഷേ ഗായ്സ്, രണ്ടാമത്തെ സിനിമ സുകുമാർ ഡയറക്റ്റ് ചെയ്ത ആര്യയുടെ കഥയോ ജനറോ ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആര്യ സിനിമ കാണാത്ത മൂവി ഓഡിയൻസ് തന്നെ കുറവായിരിക്കും. 4 CR ബഡ്ജറ്റിൽ അന്ന് വന്നൊരു സിനിമ 30 കോടി കളക്ഷനാണ് നേടിയത്. അതും ഒരു യൂത്ത് ആക്ടറുടെ സെക്കൻഡ് മൂവിക്ക്. അന്നത്തെ ഏവറേജ് മൂവി കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് സോ മച്ച് ഹ്യൂജ്. പക്ഷേ ഇവിടം തൊട്ട് അല്ലു അർജുൻ്റെ കൂടെ തന്നെ ജിസ്ജോ എന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ നമ്മൾ പുകഴ്ത്തി തുടങ്ങണം. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അല്ലു അർജുനെ മല്ലു അർജുൻ ആക്കിയതിൽ വലിയ പങ്ക് തന്നെയുണ്ട്. സിൻഡിക്കേറ്റ് മെമ്പർ പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. അങ്ങനെ ആര്യ എന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം ബണ്ണി ദ ലയൺ, ഹാപ്പി ബി ഹാപ്പി പോലെയുള്ള യൂത്തിൻ്റെ മനസ്സിൽ ഇടം പിടിക്കുന്ന സിനിമകൾ ചെയ്തു. അന്ന് മോളിവുഡിന് ഒരു ഡാൻസിങ് ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഇല്ലായിരുന്നു. ആ ഗ്യാപ്പ് അല്ലു അർജുൻ ഫിൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൻ്റെ കൂടെ തന്നെ ഡാൻസിങ് സ്കിൽസിനെയും സ്റ്റൈലിഷ് ആയിട്ടുള്ള പെർഫോമൻസിനെയും ക്രിട്ടിക്സും പബ്ലിക്കും പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ടിപ്പിക്കൽ മൂവീസിന് ശേഷം ജനറുകളിൽ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് നടത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഫേസ്. 2007-ൽ ദശമുദ്രു അഥവാ ഹീറോ സിനിമയിൽ ബാലഗോവിന്ദം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൽ ഒരു ജേർണലിസ്റ്റ് കഥാപാത്രമായിട്ടുള്ള റോളായിരുന്നു അല്ലു വന്നത്. ഒരു ഡാർക്കർ പാസ്റ്റുള്ളൊരു വിമണുമായി പ്രണയത്തിലാവുന്നതായിരുന്നു സിനിമയുടെ കഥ. സിനിമ കൊമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നു. ഓൾസോ സിനിമയ്ക്ക് അവാർഡ്സും പിന്നെ ബെസ്റ്റ് ആക്ടർക്ക് വേണ്ടിയുള്ള ഫിലിം ഫെയർ അവാർഡ്സിന് സെക്കൻഡ് നോമിനേഷനും അല്ലു അർജുന് ലഭിച്ചിരുന്നു. ഓഡിയൻസിന് ഈ സിനിമയിൽ നിന്നെല്ലാം അല്ലു അർജുൻ്റെ ക്യാരക്ടേഴ്സിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ഓറ തന്നെയായിരുന്നു സ്പെഷ്യലായി കിട്ടിയത്. മേ ബി ടിപ്പിക്കൽ സ്റ്റോറി ആണെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് എല്ലാ മൂവിയിലും ഫീൽ ചെയ്യുമായിരുന്നു. അതൊക്കെ ഒരു കാലം. അതിനുശേഷം 2008-ൽ പറുഗു. ഇങ്ങനെ പറയുമ്പോൾ സിനിമ മനസ്സിലാവാത്തവർക്ക് മലയാളം ഡബ്ഡ് വേർഷൻ്റെ പേരാട്ടാൽ ഉറപ്പായി മനസ്സിലാകും. കൃഷ്ണ. സിനിമയിലെ ഡബ്ഡ് സോങ്സ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റുകളിൽ ഇപ്പോഴും കേൾക്കുന്നുണ്ടാവും. അല്ലു അർജുൻ സിനിമകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഡബ്ഡ് സോങ്സ്. ഒരു നല്ലൊരു മലയാളം പാട്ട് കേൾക്കുന്ന പോലെയാണ് അല്ലു അർജുൻ്റെ സിനിമകളിലെ ഡബ്ഡ് സോങ്സ് എല്ലാം നമുക്ക് തോന്നുക. അത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ആ പാട്ടിൻ്റെ ഡബ്ബിങ്. പിന്നീട് മലയാളികൾക്ക് മറക്കാനാവാത്തൊരു മൈൽ സ്റ്റോൺ ആയി മാറിയത് ആര്യയുടെ സീക്വലായ ആര്യ 2 ആണ്. ഈ കാലം കൊണ്ട് തന്നെ സ്റ്റൈലിഷ് സ്റ്റാർ എന്ന പദവി അദ്ദേഹം കൈവരിച്ചു. ആര്യ 2-നൊക്കെ കേരളത്തിലും ഗംഭീര സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത്. തിയേറ്ററിൽ നിന്നും സിനിമ കാണാൻ പറ്റാത്തവർ ഡബ്ഡ് മൂവീസ് TV-യിൽ തുടരെ കണ്ട് പതിയൊരു ഫാൻ ബേസും അദ്ദേഹത്തിന് കേരളത്തിൽ ക്രിയേറ്റ് ആയിരുന്നു. അപ്പോഴേക്കും ഒരു മലയാളി ആക്ടർ എന്ന രീതിയിൽ പലരും അദ്ദേഹത്തെ കൺസീവ് ചെയ്യാൻ തുടങ്ങി. ഈ പറഞ്ഞ അല്ലു അർജുൻ്റെ കേരളത്തിലെ ഫാൻ ബേസ് ഇത്ര വലുതാവാൻ വൺ ഓഫ് ദ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അന്ന് മോളിവുഡിന് യൂത്ത് സ്റ്റാറുകൾ കുറവായിരുന്നു എന്നതും കൂടിയാണ്. ഈവൻ ആകെയുള്ള മോളിവുഡ് യങ്സ്റ്റേഴ്സ് വരെ അവരുടെ സിനിമകൾ അല്ലു അർജുൻ്റെ സിനിമകളുടെ കൂടെ റിലീസ് ചെയ്യാൻ ഭയന്നിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തെ നമ്മൾ മലയാളി സ്റ്റാർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്.
അങ്ങനെ ഇത്രയും സിനിമകൾക്ക് ശേഷം ആദ്യമായാണ് ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. 2010 ആര്യയുടെ കൂടെ മൾട്ടി സ്റ്റാറർ മൂവിയായ വറുതു അഥവാ വരൻ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങി. അല്ലു അർജുൻ്റെ ഹിറ്റ് സ്ട്രീക്ക് ഈ സിനിമ കളഞ്ഞു. യെസ്, ഇറ്റ് വാസ് എ ബോക്സ് ഓഫീസ് ബോംബ് ഗൈസ്. പക്ഷേ അതേ വർഷം തന്നെ വേദം അഥവാ നമ്മുടെ നൊസ്റ്റാൾജിക് കില്ലാടി റിലീസായി. വറുതു കുറ്റം പറഞ്ഞവർ കില്ലാടിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ ഇത്ര സ്വീകാര്യത ലഭിക്കാൻ ഡബ്ബിങ്ങും നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവൻ മല്ലു അർജുൻ എന്ന് പറയുന്നവർ തന്നെ അല്ലു അർജുൻ്റെ റിയൽ വോയിസ് ജിസ്ജോയുടെ തന്നെയാണോ എന്ന് വരെ വിശ്വസിച്ചിരുന്നു. ഇതിനുശേഷം മാസ് എൻ്റർടൈനർ ആയ ഒരു ഫേസ് ആയിരുന്നു. അതിലൊരു മൈൽ സ്റ്റോൺ ആണ് ലക്കി ദ റൈസർ. അതും കൂടി മലയാളത്തിൽ കണ്ടപ്പോൾ അല്ലു അർജുൻ്റെ ഫാൻ ബേസ് നല്ല അങ്ങ് ഹ്യൂജായി. ലക്കിയിലൂടെ അദ്ദേഹം റൊമാൻസിന് പുറമെ മാസ് സീക്വൻസുകൾക്ക് കൂടി പ്രാധാന്യം നൽകിയതായിരുന്നു ഓഡിയൻസിന് ഇത് ഒന്നുകൂടെ മനസ്സിൽ പതിയാൻ കാരണം. അന്നത്തെ മല്ലു ഓഡിയൻസിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവി ആയി മാറിയിരുന്നു ലക്കി ദ റൈസർ. ആ ലെവലിലായിരുന്നു നമ്മളെല്ലാം അദ്ദേഹത്തെ കൺസീവ് ചെയ്തത്. ഓൾസോ ഇതിൻ്റെ ഇടയിലും ശേഷവുമുള്ള ബദ്രീനാഥ്, ഗജപോക്കിരി, റോമിയോ ജൂലിയറ്റ്, ബയ്യ എന്നീ സിനിമകൾക്കെല്ലാം ഒരു പ്രത്യേക ഫാൻ ബേസ് എന്നുണ്ട് ഇപ്പോഴും. ഈ ലിസ്റ്റിൽ എൻ്റെ ഫേവറേറ്റ് ഗജപോക്കിരിയാണ്. എല്ലാ സിനിമകളിലെയും അല്ലു അർജുൻ്റെ ഡാൻസിങ് സ്റ്റൈലും എനർജിയും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെട്ടിരുന്നു. ഗൈസ്, നമ്മളിപ്പോഴും അല്ലു അർജുൻ്റെ 2015 സിനിമകളിലേ എത്തിയിട്ടുള്ളൂ. ഈ സിനിമകളെല്ലാമാണ് അല്ലു അർജുൻ എന്ന നടനെ മല്ലു അർജുൻ എന്ന സ്ഥാനത്തേക്ക് മലയാളികളുടെ മനസ്സിലേക്ക് എത്തിച്ചത്. അന്നത്തെ യൂത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു അല്ലു അർജുൻ്റേത്. ആക്ഷൻ ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, സ്റ്റൈലുണ്ട്, ഇമോഷൻസ് ഉണ്ട്, മാസ് ഉണ്ട്, ഇന്റലിജൻസും. അത് പീക്കാണ് ഇന്റലിജൻസ്. നിന്റെ അനിയത്തി ഇവിടെ തന്നെ ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായടാ? അവനല്ലേ സാർ പറഞ്ഞത്? ഇന്ന് വൈകുന്നേരം ഈ സിറ്റിയിലെ ആദ്യ ദീപം തെളിയുന്നതിന് മുമ്പ് നിന്റെ അനിയത്തിയെ ഞാൻ കൊന്നിരിക്കും. ഈ സിറ്റിയിൽ വൈകുന്നേരം തെളിയുന്ന ആദ്യത്തെ ദീപം ഏതാണ്? ലൈറ്റ് ഹൗസ്. അങ്ങനെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരുന്നു അല്ലു അർജുൻ്റെ മൂവീസ്. ഈ പറഞ്ഞ പല സിനിമകളിലും സീറോ ലോജിക്ക് ആയിരുന്നെങ്കിൽ കൂടി അതൊന്നും അന്ന് ആരും ശ്രദ്ധിച്ചിരുന്നു പോലുമില്ല. ഗൈസ്, നിങ്ങളുടെ ചെറുപ്പത്തിലെ ഫേവറേറ്റ് മെമ്മറി ആയി നിൽക്കുന്ന അല്ലു അർജുൻ്റെ മൂവി ഏതാണ്? ആ ഒരു നൊസ്റ്റാൾജിക് സ്റ്റോറിയോടെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? ഇനിയിപ്പോൾ നിങ്ങൾ അല്ലു അർജുൻ്റെ സിനിമകൾ കാണാത്ത ഒരാളാണെങ്കിൽ സിനിമയുടെ മലയാളം ഡബ്ഡ് വെർഷൻസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഫ്രീ ടൈമിൽ ഒന്ന് കണ്ടു നോക്കൂ. സോ ഗൈസ്, 2025 വരെ മൊത്തം 21 മൂവീസ് ചെയ്തതിൽ കൂടുതലും ഹിറ്റ് ആയതിനാലും ഒരു ഡൗൺഫോൾ എന്ന് പറയത്തക്ക അല്ലു അർജുൻ്റെ കരിയറിൽ ഇല്ലാത്തതിനാലും പറയുമ്പോൾ ഈച്ച് ആൻഡ് എവറി മൂവി എടുത്തു പറയണം. ഇപ്പോൾ തന്നെ വീഡിയോ നല്ല ലെങ്ത് ആയതുകൊണ്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. ഇതുപോലത്തെ ക്വാളിറ്റി കണ്ടൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.